ഹലോ ഗുഡ് ടാഗ്, എൻ്റെ പേര് സ്മിത. ഞാനിവിടെ ജർമ്മനിയിൽ നഴ്സിംഗ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നൊരു അസൂബിയാണ്, അല്ലെങ്കിൽ ഒരു ഷൂളറിനാണ്, ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാനിവിടെ ജർമ്മനിയിൽ വന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബർ തൊട്ട് ഇപ്പോൾ 2 മാസമായി, ഡിസംബറിലേക്ക് കയറാൻ പോവാണ്. ഞാൻ 2 മാസം കൊണ്ട് ഇവിടെ ഷൂളയിൽ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഒപ്പം ഒരുപാട് മലയാളി സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഷൂളയിൽ നഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ നേരെ പ്രാക്ടിക്കലിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഞാനിപ്പം നഴ്സിംഗ് എന്നും ജർമ്മനിയിലെ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്താണെന്നും അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടായിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം. അപ്പം നമ്മൾ ഈ ജർമ്മനിയിൽ വരണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഗോയിറ്റ എക്സാം, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കടമ്പ. ഫസ്റ്റ് നമ്മൾ ജർമ്മൻ പഠിക്കുക, ദെൻ നമ്മുടെ ഗോയിറ്റ എക്സാം പാസ്സാകാം, ദെൻ നമ്മൾ നല്ലൊരു ഏജൻസി കണ്ടുപിടിക്കുക, പിന്നെ നമ്മൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക, ദെൻ വിസ കിട്ടുക, ജർമ്മനിയിലേക്ക് വരിക. അതിനുശേഷം നമ്മളിവിടെ ഷൂളയിലേക്ക് വരുന്നു. ഷൂളയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇവിടെ നഴ്സിംഗ് തുടങ്ങുന്നു. ദെൻ നമ്മൾ നമ്മുടെ നഴ്സിങ്ങിൻ്റെ ഷൂളയുടെ തിയറിറ്റിഷ കഴിയുന്നു. ദെൻ നമ്മൾ പ്രാക്ടിക്കലിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇത് ചെയ്ത് നമ്മുടെ തേർഡ് ഇയർ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഒരു നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൽ നമ്മൾ 3 years കൊണ്ട് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡൗട്ട്സ് ഇനി ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് കാണാമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡൗട്ടുകൾ എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാനെല്ലാം നിങ്ങൾക്ക് മറുപടി തരാം. എന്നെക്കൊണ്ട് കഴിയുന്നത്ര ഞാൻ ശ്രമിക്കും. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.